വിഴിഞ്ഞം ഇൻ്റർനാഷണൽ തുറമുഖത്തിൻ്റെ അനന്തസാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ഔട്ടർ റിംഗ് റോഡ് എത്രയും വേഗം തീർക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അടുത്ത വർഷമെങ്കിലും എപ്പോൾ അതിൻ്റെ പണികൾ ടെൻഡറിങ് പൂർത്തിയാക്കി തുടങ്ങുമെന്ന കാര്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാരാണ് വൈകിക്കുന്നത്? കേന്ദ്രമോ സംസ്ഥാനമോ? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ചില തർക്കങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ നിർമ്മാണ പ്രക്രിയയെ ബാധിച്ചിരിക്കുന്നു എന്നത് നഗ്നമായ സത്യമാണ്. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻസ് ചില ഏരിയയിൽ ഇറക്കിക്കഴിഞ്ഞു. എന്നാൽ ചില ഏരിയകളിൽ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ നീളുന്ന ഈ പറയുന്ന 62.7 കിലോമീറ്റർ ഈ റിംഗ് റോഡിൻ്റെ നാവായിക്കുളം വില്ലേജിലെ സ്ഥലമേറ്റെടുപ്പ് പ്രക്രിയയൊന്നും തുടങ്ങിയിട്ട് പോലുമില്ല. വേറെ ചില വില്ലേജുകളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ 3D വന്നിട്ടുണ്ട്, 3A വന്നിട്ടുണ്ട്. 3A വന്നു കഴിഞ്ഞിട്ട് ആ വിജ്ഞാപനം പ്രകാരം ഏറ്റെടുക്കേണ്ടുന്ന വസ്തുക്കൾക്ക് ആ ഏറ്റെടുക്കൽ പ്രക്രിയ വൈകുന്നത് വരെയുള്ള കാലയളവിൽ ആ നിശ്ചയിച്ച തുകയ്ക്ക് 12% പലിശയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആകെ 24 വില്ലേജുകളാണ് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള 62.7 കിലോമീറ്റർ റിംഗ് റോഡിൽ ഉള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ 24 വില്ലേജുകളിലൂടെയാണ് റിംഗ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 24 വില്ലേജുകളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. അതിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ തഹസിൽദാർമാരുടെ പ്രത്യേക ഓഫീസുകൾ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിലും അതിനും വേഗത ആർജിക്കാൻ കഴിയാത്തത് കേന്ദ്രത്തിൻ്റെ ചില ഇടപെടൽ മൂലമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 45 മീറ്റർ നീളത്തിലാണ് ഈ പാത പണിയുന്നത്, 4 വരി പാത. ഈ 45 മീറ്ററിൽ 30 മീറ്റർ മാത്രമേ പ്രധാന പാതയുള്ളൂ. ബാക്കി 15 മീറ്റർ രണ്ട് സൈഡിലും 7.5 മീറ്റർ വീതം സർവീസ് റോഡാണ്. മനസ്സിലാക്കണം. ചുരുക്കത്തിൽ 30 കിലോമീറ്റർ മാത്രമാണ് പ്രധാന പാതയുടെ വീതി. ഈ പാത വിഭാവനം ചെയ്യുമ്പോൾ ഭാവിയിലെ സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് വിഴിഞ്ഞത്തിൻ്റെ വരവോടുകൂടി തിരുവനന്തപുരം ഒരു വലിയ മഹാനഗരമായിട്ട് മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ 100 മീറ്റർ വീതിയുള്ള റോഡ് വേണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം. വിദഗ്ധരുടെ റോഡ് നിർമ്മാണ രംഗത്തെ വിദഗ്ധരുടെ വികസന സാധ്യതകൾ വെച്ചിട്ട് അവർ പറഞ്ഞത് 100 മീറ്റർ വീതിയുള്ള റോഡ് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ വേണം. സ്റ്റേറ്റ് ഹൈവേയും MC റോഡിനെയും അതുപോലെ NH66നെയും ബന്ധിപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ആ മേഖലയിലെല്ലാം വൻ വികസനം വരുന്ന ഒരു പ്രോജക്റ്റാണ് റിംഗ് റോഡ്. ഈ റോഡ് തീർന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡിലും പ്രത്യേക സോണുകളിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകളും ടൗൺഷിപ്പുകളും ഒക്കെ വരുന്ന ഒരു വൻ ഒരു സംഭവമായിട്ട് മാറേണ്ടുന്ന ഒരു ഭാഗത്താണ് ഇത്രയും ഡിലേ വരുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ട്രയൽ റൺ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. വൈകാതെ ഉദ്ഘാടനം നടക്കും, വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം. പക്ഷേ ഗേറ്റ് വേ ബിസിനസ് വിഴിഞ്ഞത്തുനിന്ന് ചരക്കിറക്കി കരമാർഗമോ റെയിൽ മാർഗമോ പുറത്തേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബിസിനസ്സിന് ഇതുവരെയും വഴിയില്ല, അടഞ്ഞു കിടക്കുന്നു. ഇത് എന്ന് തുടങ്ങും? ഇതിൻ്റെ പണികൾ എന്ന് തീർക്കാൻ പറ്റും? യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇപ്പോൾ തന്നെ എത്രയോ വർഷങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു എന്ന് ആലോചിക്കണം. ഇപ്പം ഇവിടെ എന്താ പ്രശ്നം? കേന്ദ്ര സർക്കാരിൻ്റെ മുടക്കെന്താണ്? 2 കാര്യങ്ങളില്ലാത്ത നമ്മളത് സംസ്ഥാന സർക്കാരിനെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. ഈ 100 മീറ്റർ റോഡിന് വീതി വേണമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ കേന്ദ്രം അത് എതിർത്തു. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ കാശ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഈ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ കാശ് കൊടുക്കേണ്ടത്. അപ്പം 100 മീറ്റർ വീതിയിൽ അക്വസിഷൻ സ്ഥലം ഏറ്റെടുത്താൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു വൻ തുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും, വിലയായിട്ട് കൊടുക്കേണ്ടി വരും, വസ്തുവിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയിട്ട്. അപ്പോൾ അവരത് ചവിട്ടിപ്പിടിച്ചു. ആദ്യം അവർ പറഞ്ഞു 100 പറ്റത്തില്ല. അപ്പോൾ കേരള സർക്കാർ പറഞ്ഞു എന്നാൽ 70 മീറ്റർ പറ്റില്ല.
അങ്ങനെ കാശ് മുടക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. എന്നാൽ പിന്നെ 60 മീറ്റർ സാധിക്കത്തില്ല. അങ്ങനെ ചവിട്ടി 45 മീറ്റർ ആക്കിയിട്ട് ഈ ദേശീയപാതയ്ക്ക് തുല്യമായി ഈ പാതയുടെ വീതി ചുരുക്കി. ആരാ ചുരുക്കിയത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. മനസ്സിലായില്ലേ? ഇതൊക്കെ വസ്തുതകളാണ്. അപ്പൊ ഇപ്പോ ഈ രംഗത്തെ വിദഗ്ധർ, ഗതാഗത രംഗത്തെ വിദഗ്ധർ ഇപ്പൊ പറയുന്നു, ഈ 45 മീറ്റർ കൊണ്ട് 30 മീറ്റർ പ്രധാന പാത വെച്ച് 7.5 മീറ്റർ വീതം 2 സൈഡിൽ സർവീസ് റോഡും വെച്ചിട്ട് വിഴിഞ്ഞം എന്ന് പറയുന്ന രാജ്യാന്തര തുറമുഖത്തിന്റെ ബിസിനസ് സാധ്യതകളെ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല എന്നാണ്. മിനിമം 60 മീറ്ററെങ്കിലും പ്രധാന പാത വേണം. പിന്നെ 2 സൈഡിലും 11 മീറ്റർ സർവീസ് റോഡ് വേണം. അപ്പൊ 60ഉം 11 22, 60ഉം 22ഉം 82 മീറ്ററെങ്കിലും വീതി മെയിൻ റോഡ് പ്ലസ് സർവീസ് റോഡ്സ് ഇല്ലെങ്കിൽ ഭാവിയിലെ വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യൽ ഉൾക്കൊള്ളാൻ ഈ റിംഗ് റോഡിന് സാധിക്കത്തില്ല. കൺജക്ഷൻ ആവും. ഒരു ഭാവിയിൽ 25 കൊല്ലം ഭാവിയിലേക്ക് നോക്കി നമ്മളൊരു ഒരു 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 വ്യവസായം കെട്ടിപ്പടുക്കണം എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ വെറും 30 മീറ്റർ പ്രധാന പാത, 60 മീറ്റർ വേണ്ടിടത്ത്. വിഴിഞ്ഞത്തിന്റെ ബിസിനസ് പൊട്ടൻഷ്യൽ കൂടി വരുമ്പോൾ അടുത്തൊരു 5-10 കൊല്ലത്തിനകത്ത് തന്നെ ഈ റോഡ് മതിയാവാതെ വരും. ഇതാണ് നമ്മുടെ വികസന കാഴ്ചപ്പാട്. അപ്പൊ ദേശീയപാതയ്ക്ക് തുല്യമായി ഈ പാതാ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത് ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി, കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം. അല്ലാതെ പിണറായി ഗവൺമെന്റ് അല്ല. പിണറായി ഗവൺമെന്റ് നിലപാട് ഇതായിരുന്നു, 60 മീറ്ററിൽ നിങ്ങൾ മെയിൻ പാത ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. കേരളത്തിന് അനുവദിക്കാൻ പറ്റില്ല, കേന്ദ്രമല്ല തീരുമാനിക്കേണ്ടത്, നാഷണൽ ഹൈവേ. ഇത് പ്രശ്നം നമ്പർ 1. കുരുക്കിന്റെ നമ്പർ 1 ഇതാണ്. നമ്പർ 2, കേരള സർക്കാർ പണിയുന്ന റിംഗ് റോഡിന്റെ പ്രധാന ഫണ്ട് ദാതാക്കൾ കിഫ്ബിയാണ്. കിഫ്ബി വഴി ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് മെയിൻ പാത നിർമ്മാണം നടക്കുന്നത്. ആ പണം പിന്നീട് കേന്ദ്രം ഇങ്ങോട്ട് തരണം. അതിലെ വ്യവസ്ഥകളിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്? കിഫ്ബിയുടെ ഫണ്ട് സമാഹരണത്തിന് കേന്ദ്രം മൂക്കയറിട്ടിരിക്കുകയാണ്. അറിയാമല്ലോ, നമ്മൾ പല വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ ഞങ്ങൾ കടക്കുന്നില്ല. കേരളത്തിന്റെ കടമെടുപ്പ് വായ്പാ പരിധിയിൽ കിഫ്ബിയുടെ ഫണ്ട് സ്വരൂപിക്കൽ കൂടി ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയല്ലേ. അങ്ങനെ വരുമ്പോൾ ഈ വായ്പാ പരിധിക്ക് കിഫ്ബിയും ബാധകമാക്കിയ കേന്ദ്ര സർക്കാർ ആ നിലപാടെടുക്കുമ്പോൾ കിഫ്ബി വഴി ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം ടു നാവായിക്കുളം പണിയാൻ പ്രധാന ഫണ്ട് കൊണ്ടുവരാൻ കേരള സർക്കാർ നോക്കുമ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും? കൂടുതൽ ഫണ്ട് കിഫ്ബി സ്വരൂപിക്കുമ്പോൾ അതിനെ വായ്പാ പരിധിയിലേക്ക് കൊണ്ടുവരും കേന്ദ്രം. ഇപ്പോഴത്തെ നടപടി അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കടമെടുപ്പ് സാധ്യതകളെല്ലാം അവിടെ ഇല്ലാതാവുകയാണ്. ഒരു പ്രോജക്റ്റിന് കടമെടുപ്പ് ചെയ്യേണ്ടി വരും. അല്ലാതെ എല്ലാം റെഡി ക്യാഷ് ഇറക്കിയിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ രാജ്യത്ത്? എവിടെ ചെയ്യുന്നു? ഒക്കെ ലോണും കാര്യങ്ങളും എടുത്തിട്ടാണ് നാട്ടുകാർ, ജനങ്ങൾ ചെയ്യുന്ന പോലെ സർക്കാരും ചെയ്യുന്നത്. അങ്ങനെ പ്രോജക്റ്റുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു വീട് വയ്ക്കാൻ എല്ലാം റെഡി ക്യാഷ് കയ്യിലുണ്ടാക്കി വെച്ചിട്ട് 50 ലക്ഷമോ അല്ലെ 25 ലക്ഷം ഉണ്ടാക്കി വെച്ചിട്ടാണ് വീട് പണിയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ വീട് പണിയുമ്പോൾ ഒരു ലോൺ എടുത്തെന്നിരിക്കും, സ്വർണം പണയം വെച്ചെന്നിരിക്കും, വീട് പണിയുള്ള കാശ് പകുതി പോലും കൈ കാണത്തില്ല. അങ്ങനെയാണ് ഒരു വീടെന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. അതുപോലെയാണ് ഒരു വിമാനത്താവളം, ഒരു റോഡോ ഒരു തുറമുഖമോ ഒക്കെ യാഥാർത്ഥ്യമാക്കുന്നത് സർക്കാർ ഇതുപോലെ ലോൺ എടുത്തിട്ടാണ്. പിന്നെ അത് തിരിച്ചടയ്ക്കും. ബിസിനസ് വരും, തിരിച്ചടയ്ക്കാൻ ഉള്ള വരുമാനം അതിൽ നിന്ന് വരും. അപ്പൊ കിഫ്ബിയെ ശ്വാസം മുട്ടിക്കുക. കേരളത്തിലൊന്നും നടക്കരുത്, കേരളത്തിൽ വികസനം പാടില്ല. അതേസമയം വിഴിഞ്ഞം വേണം. ഇത് രണ്ടും കൂടെ എങ്ങനെ പോകും കൂട്ടരെ? ഇത് ഒത്തുപോകുന്നില്ലല്ലോ. അപ്പൊ വേണ്ടത് എന്താണ്? കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി ഇളവോടെ, മര്യാദയോടെ കേരളത്തോട് പെരുമാറണം. കാരണം വിഴിഞ്ഞം കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ മുഖച്ഛായ മാറ്റുന്ന ലോക കപ്പൽ ഗതാഗത ഭൂപടത്തിൽ ഇന്ത്യക്ക് മാന്യമായ സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അപ്പോൾ അതിൻ്റെ അനുബന്ധ വികസനത്തിന് റിംഗ് റോഡിനായാലും റെയിൽവേ ലൈനായാലും ബാലപുരത്തേക്കുള്ള റെയിലായാലും ഇതിനൊക്കെ ഒരു മുൻഗണനാക്രമത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് സഹായിക്കണം. കാരണം കേന്ദ്രത്തിനാണ് കേരളത്തെക്കാൾ ഗുണം കിട്ടാൻ പോകുന്നത്.
പക്ഷേ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ് എന്താണ്? കേരളം LDF ഭരിക്കുന്നത് കൊണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് BJP സർക്കാരിൽ നിന്ന് ഞങ്ങളൊന്നും തരത്തില്ല. പിന്നെ നാടെങ്ങനെ മുന്നോട്ട് പോകും? ഇതാണ് പ്രധാന ചോദ്യം. ഇനി ഇതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ നോക്കുക, ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ ചിലവ് ഈ 45 മീറ്റർ ആക്കി ചുരുക്കി. ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. സംസ്ഥാന സർക്കാർ ഗതികെട്ട് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? എങ്ങനെയെങ്കിലും ആവട്ടെ, ഈ തൊല്ല തീരട്ടെ, ഈ റോഡൊന്ന് തീരട്ടെ. 45 മീറ്റർ ആയിട്ട് ചുരുക്കി അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ കേരളം തോറ്റു. വേറെ നിവൃത്തിയില്ല. കേന്ദ്രം ഒട്ടും വഴങ്ങുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ നിർമ്മാണ ചെലവ് മാത്രമല്ല, അതിനിപ്പോൾ ലാൻഡ് അക്വസിഷനിലേക്ക് വരാം. പിന്നാണല്ലോ നിർമ്മാണം അടുത്ത കൊല്ലം തുടങ്ങുമെന്ന് പറയുന്നത്. ലാൻഡ് അക്വസിഷൻ, ഭൂമി ഏറ്റെടുക്കലിൽ അതിൻ്റെ 50% ചെലവ് വഹിക്കുന്നത് കിഫ്ബിയാണ്. ഇവിടെയാണ് വിഷയം വരുന്നത്. അതായത് 930.41 കോടി രൂപ കണ്ടെത്തുന്നത് കിഫ്ബിയാണ് സ്ഥലം ഏറ്റെടുക്കലിൽ. പിന്നെ നിർമ്മാണ ചെലവാണ് 477.33 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 477.33 കോടി രൂപ. സർവീസ് റോഡ് നിർമ്മിക്കുന്നത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് മുഖേനയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ്. അത് ആ മുടക്കുന്ന ആ തുക, സർവീസ് റോഡിൻ്റെ ആ നിർമ്മാണ തുക കേരളം ഇവർക്ക് തിരിച്ചു കൊടുക്കണം. ചെലവഴിക്കുന്ന തുക തിരിച്ചു കൊടുക്കണം. ആ കൊടുക്കാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഉറപ്പ് 5 വർഷത്തിനകം അത് തിരിച്ചടക്കണം കേന്ദ്രത്തിന്, ഈ പ്രത്യേക പ്രോജക്റ്റ് വഴി ചെലവഴിക്കുന്ന ഈ തുക സർവീസ് റോഡിൻ്റെ. അപ്പോൾ അതിനുവേണ്ടി കേരള ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത്, കേരളത്തിൻ്റെ വരുമാനം ചിലത് വേണ്ടെന്ന് വെക്കുക, അത് കേന്ദ്രത്തിന് വിട്ടുകൊടുക്കുക. കേരളത്തിന് കിട്ടേണ്ട തുക, അതായത് GST, അതിന് GSTയിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട തുകയിൽ നിന്ന് 210.63 കോടി രൂപ ഇതിനു വേണ്ടി കേന്ദ്രത്തിന് കൊടുക്കാൻ കേരളം സമ്മതിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന ക്യാബിനറ്റ്, ഓഗസ്റ്റ് 7-ാം തീയതി ചേർന്ന പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് ഈ പറയുന്നത്. ജസ്റ്റ് ഒരു മാസം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ GSTയിൽ നിന്നും 210.63 കോടി രൂപ കേന്ദ്രത്തിന് വിട്ടുകൊടുക്കാൻ കേരളം തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് നടപ്പാക്കണം. ആ ഒരു ഇച്ഛാശക്തി കേരളം കാണിക്കുന്നുണ്ട്. ആ തിരിച്ച മനോഭാവം കേന്ദ്രത്തിൽ നിന്നില്ല എന്നാണ് ഞങ്ങൾ സ്ഥാപിച്ചത്, വിവരങ്ങൾ വെച്ച് ഞങ്ങൾ പറയുന്നത്. പിന്നെ റോയൽറ്റി ഇനത്തിൽ 10.87 കോടി രൂപ കേരളം വേണ്ടെന്ന് വയ്ക്കുന്നു. അതും കേന്ദ്രം എടുത്തോട്ടെ. ഈ റോയൽറ്റി എന്ന് പറയുന്നത്, ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടി, 45 മീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഈ ഏറ്റെടുത്ത ഭൂമി കിളച്ച് മറിക്കുമ്പോൾ, ഉഴുതുമറിക്കുമ്പോൾ വരുന്ന പാറകളും കല്ലുകളും അങ്ങനെയുള്ള നിർമ്മാണ സാമഗ്രികൾ ഈ റോഡിൽ തന്നെ നിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്ന് കേരളം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതായത് അവിടുന്ന് തുരന്നെടുക്കുന്ന കല്ലും പാറയും മണ്ണും ഒന്നും മറിച്ചുകൊണ്ട് വിൽക്കാൻ കോൺട്രാക്ടർമാർ, കരാറുകാർക്ക് സാധിക്കത്തില്ല, അനുവദിക്കത്തില്ല. അവിടുത്തെ മണ്ണും കല്ലും മറ്റു സാധനങ്ങളെല്ലാം, നിർമ്മാണ സാമഗ്രികളെല്ലാം ആ റോഡിൽ തന്നെ, ഈ പറയുന്ന 62.7 കിലോമീറ്റർ റോഡിൽ തന്നെ അവിടെ തന്നെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കണം. അതിനാണ് റോയൽറ്റി ഇനത്തിൽ 10.87 കോടി രൂപ കേരളം അതിൻ്റെ മൂല്യമാണ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം. ഇനി ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ എന്നിതിൻ്റെ പണി തുടങ്ങും. പിന്നെ സ്ഥലമേറ്റെടുപ്പ് വിജ്ഞാപനം തന്നെ മുഴുവനായിട്ടില്ല. അത് ഏറ്റെടുക്കൽ വിജ്ഞാപനം വന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ടെൻഡറിങ് ജോലിയിലേക്ക് പോകണം. എന്നിട്ട് റോഡ് നിർമ്മാണം തുടങ്ങണം. അതിനു മുമ്പ് ഈ ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അതായത് ഈ റിംഗ് റോഡ് വരുന്ന ഇടത്ത്, ഭൂമി ഏറ്റെടുക്കുന്ന ആ സ്ഥലത്ത് മൊത്തം 3200 നിർമ്മിതികളുണ്ട് അതിനകത്ത്. ഈ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ, ഈ 45 മീറ്ററിൽ ഇത്രയും ദൂരം 62 കിലോമീറ്റർ ഏറ്റെടുക്കുന്നതിനകത്ത് 3200 നിർമ്മിതി, അതായത് വീട്, കെട്ടിടങ്ങൾ തുടങ്ങിയുള്ള നിർമ്മിതികൾ 3200 ഉണ്ട് ഈ ഭൂമിയിൽ. അതിന് ഉള്ള നഷ്ടപരിഹാരം വില നിശ്ചയിച്ച് കൊടുക്കുമ്പം പഴയ വീടുകളും നിർമ്മാണ കെട്ടിടങ്ങളുമാണെങ്കിൽ അതിൻ്റെ മൂല്യം കുറയും. അപ്പം അതുകൊണ്ട് ചിലർക്ക് നഷ്ടം സംഭവിക്കും. പഴയ വീടിന് പുതിയ വീടിൻ്റെ വിലയിടത്തില്ല. അത് കേരള സർക്കാരിൻ്റെ പ്രശ്നമല്ല. നാഷണൽ ഹൈവേ അതോറിറ്റി 2018 പുതിയ ഒരു ബൈലോ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബൈലോ പ്രകാരം, അതിനുമ്പില്ലായിരുന്നു, 2018 ശേഷമുള്ള ഭൂമി ഏറ്റെടുപ്പിൽ ഈ നിർമ്മാണങ്ങൾ, വീടുകളോ കെട്ടിടങ്ങളോ ഉള്ളത്, അതിൻ്റെ കാലപ്പഴക്കം നോക്കിയിട്ട് അതിൻ്റെ മൂല്യം കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന് ഉടമയ്ക്ക് കിട്ടുന്ന തുക കുറയും. പുതിയ ബിൽഡിംഗ് ആണെങ്കിൽ കിട്ടുന്നതിനേക്കാൾ തുക കുറവായിരിക്കും പഴയ കെട്ടിടമോ വീടോ ഏറ്റെടുക്കുമ്പോൾ. അപ്പം അതും ഒരു പാരയാണ്.
അതിന് പിണറായി സർക്കാരിനെ പഴിച്ചിട്ട് കാര്യമില്ല. അത് കേന്ദ്രത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തീരുമാനപ്രകാരമാണ് അങ്ങനെ ഇവിടെ വിഴിഞ്ഞത്ത് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് അടുത്ത ഈ സാമ്പത്തിക വർഷം തീർന്നിട്ട് മാർച്ച് 31 മുമ്പ് സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഏപ്രിലിൽ അടുത്ത വർഷം പുതിയ സാമ്പത്തിക വർഷത്തിൽ നിർമ്മാണം തുടങ്ങാം എന്നാണ് ഇപ്പോൾ കേരള സർക്കാർ വിചാരിക്കുന്നത്. അങ്ങനെ നടക്കുമോ? വിഴിഞ്ഞം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു, ട്രയൽ റൺ വിജയകരമായി പോകുന്നു. പക്ഷേ അനുബന്ധ സംവിധാനങ്ങൾ ഇനിയും അതിൻ്റെ നിർമ്മാണം, റോഡിൻ്റെയും ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെയും ടൗൺഷിപ്പിൻ്റെയും ഒക്കെ നിർമ്മാണം വൈകിപ്പോയാൽ, റെയിൽ ഉൾപ്പെടെ വൈകിപ്പോയാൽ, അത് റെയിൽവേയുമായുള്ള കരാറാണ് റെയിൽ, അതുകൊണ്ട് ആ വിഷയം ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ വിഷയമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഇത് വളരെ ക്രൂഷ്യലാണ് ഈ റോഡ് നിർമ്മാണം. എത്രയും വേഗം ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത ഒരു കൊല്ലത്തിനകമെങ്കിലും 2025 ഡിസംബർ 31 മുമ്പ് ഈ റോഡ് നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ അത് കേരളത്തിന് എത്രയോ കോടികളാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന്, എത്രയോ തൊഴിലവസരങ്ങളാണ് ഇല്ലാണ്ടായി പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്ര അർജന്റായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉന്നയിക്കുന്നത്.